ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരണവേദനയുടെ കാഠിന്യത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത്, മരണാനന്തരം എനിക്കെന്താണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും അവരുടെ മരണവേദനയെപ്പോലും ലഘൂകരിക്കുകയും ആ മരണവേദനയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്ന് അവർ മുക്തരാവുകയും ചെയ്യും എന്നതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ നമ്മളൊക്കെ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അള്ളാഹുവേ, മരണത്തിന്റെ ഭയാനകമായ അവസ്ഥ, അള്ളാഹുവേ, മരണത്തിന്റെ ഭീതിജനകമായ അവസ്ഥ, മരണത്തിന്റെ ആ ഭീകരമായ രംഗം അള്ളാഹുവേ ലഘൂകരിച്ചു തരണേ, എളുപ്പമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത് എന്നൊക്കെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിലും അല്ലാത്ത ഇടങ്ങളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സാധാരണക്കാർ. എന്നാൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ വലിമാർ, മഹാന്മാരായ ഇമാമുകൾ, അവരിലെ കേമന്മാരായ ചിലരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവരായിരുന്നു. പ്രാർത്ഥിക്കില്ല എന്ന് മാത്രല്ല, മരണകാഠിന്യം കുറയൊന്നും വേണ്ട, അത് അള്ളാഹു എനിക്ക് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അത് അതുപോലെ അങ്ങ് പോന്നോട്ടെ എന്ന് ആശിച്ചവർ പോലും. മുസ്ലിയാർ പറയുന്നത് ഏതോ ഗുഹയിൽ ഇരിക്കുന്ന സൂഫിയെ കുറിച്ചാണോ? അല്ല. ഇസ്ലാമിന് അന്യമായ സൂഫീസത്തിന്റെ ജൽപ്പനങ്ങളല്ലേ മൗലവി? അതൊക്കെ അല്ല. മുസ്ലിം ലോകം ഒന്നടങ്കം ആദരിക്കുകയും ബഹുമാനിക്കുകയും മുസ്ലിം ലോകത്തിന് തർക്കമേയില്ലാത്ത മഹാത്മാക്കൾ, ചരിത്രത്തിലെ രണ്ടാം ഉമർ, മഹാനായ അമവി ഭരണാധികാരിയിലെ ഏറ്റവും പവിത്രതയോടുകൂടെ ജീവിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അതേ ശൈലിയിലും അതേ രീതിയിലും ഇസ്ലാമിന്റെ ഖിലാഫത്ത് മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ രണ്ടാം ഉമർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവന്റെ ഒരു വാക്കുണ്ട്, മാ ഉഹിബ്ബു അൻ യുഹവ്വിന അലയ്യ സകറാത്തുൽ മൗത്ത്. എന്റെ മരണത്തിന്റെ ഭീതിയും എന്റെ മരണത്തിന്റെ ഭയാനകതയും, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാനുള്ള മരണത്തിന്റെ വേദനയും ലഘൂകരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പടച്ച തമ്പുരാൻ അവനിലേക്ക് എങ്ങനെയാണ് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് എങ്കിൽ അതുപോലെ ഇങ്ങ് പോന്നോട്ടെ. അതിലൊരു ലഘൂകരണം വരാൻ, അതിലൊരു എളുപ്പം വരാൻ ഞാൻ ആശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇത് പൊങ്ങച്ചമല്ല. എനിക്കൊക്കെ താങ്ങാൻ പറ്റണ മഹാനാണ് എന്ന പൊങ്ങച്ച പ്രകടനമല്ല ഇത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അതിന്റെ കാരണവും പറയുന്നുണ്ട്. മരണത്തിന്റെ സക്കറാത്ത് എളുപ്പമായി കിട്ടാൻ ഞാൻ ആശിക്കുന്നില്ല, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥിക്കുകയുമില്ല. എന്തുകൊണ്ട്? ഇന്നഹു ലആഖിറു മാ യുകഫിറു ബിഹി അനിൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയുടെ പാപങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാനുള്ള മതിയായ കാരണമാണ് മരണത്തിൽ ചെറിയൊരു കാഠിന്യവും അതിന്റെ മുമ്പുള്ള ചില വേദനകളും രോഗങ്ങളൊക്കെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മയ്യിത്ത് കുളിപ്പിക്കലാണത്. നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ മയ്യിത്ത് കുളിപ്പിക്കും. ആ കുളിപ്പിക്കലിൽ നിന്ന് സ്ഫുടമാകുന്നതും വൃത്തിയാകുന്നതും ശുദ്ധമാകുന്നതും മയ്യിത്തിന്റെ ശരീരത്തിലുള്ള ആ ശവശരീരത്തിലുള്ള മാലിന്യങ്ങളും കച്ചറകളും അഴുക്കുകളുമാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് പടച്ചവന്റെ ഒരു മയ്യിത്ത് കുളിപ്പിക്കൽ അല്ലേ? പണ്ഡിതന്മാരൊക്കെ പറയലുണ്ടല്ലോ, രോഗത്തിൽ കിടന്ന് എരിപിരി കൊള്ളുമ്പോ ആ രോഗത്തിൽ നിന്നൊരു റിലീസ് ഇല്ല, ഇനി മരണത്തിലേക്കാണ് പോക്കെന്ന് കാണുമ്പോ കുഴപ്പമില്ല, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്,
അങ്ങനെയാണ് രോഗികളെ സന്ദർശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ ബഅസ, കുഴപ്പമില്ല, തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ശുദ്ധീകരനാണ്, ഇൻഷാ അല്ലാഹ് ശുദ്ധീകരനാണ്, ബേജാറാകണ്ട. മരണവേദനയുമായി ബന്ധപ്പെട്ട, മരണകാഠിന്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും അതൊരു മുഅ്മിനിനെ അവസാനത്തെ ശുദ്ധീകരണമാണ്. അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള മയ്യത്ത് കുളിപ്പിക്കലാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹുവിന്റെ ലിഖാ മനസ്സിലാക്കിയ, പടച്ച തമ്പുരാനിലേക്കുള്ള യാത്രയെക്കുറിച്ച് ബോധമുള്ള, നഫ്സ് മുത്മഇന്നയിലെത്തിയ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ വേദന അറിയാതെ പോകും, ഈ വേദനയുടെ കാഠിന്യം അനുഭവിക്കാതെ പോകും, അതങ്ങ് മറന്നു പോകുമെന്ന് ദീനുൽ ഇസ്ലാം പറയുന്നു. فالذي يحصل للمؤمن من البشرى من الملائكة بلقاء ربه يهون عليه كل ما يحصل به من ألم الموت. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു നല്ല ദാസനെ അല്ലാഹു മരിപ്പിക്കുന്ന നേരത്ത് ആ മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതും മിനൽ ബുശ്റാ, സന്തോഷങ്ങളാണ് കാണുന്നത്, സന്തോഷങ്ങളാണ് കേൾക്കുന്നത്. മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്നുള്ള സന്തോഷ വാർത്തകൾ, മലക്കുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്ന നേരത്ത്, അവരിൽ നിന്നുള്ള റാഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന നേരത്ത്, ബിലിഖാഇ റബ്ബിഹി, പേടിക്കണ്ട, ബേജാറാകണ്ട. കാരുണ്യത്തിന്റെ ഉടമസ്ഥൻ, 99 ഭാഗവും കരുണയിനി ഇനിയുള്ള ജീവിതത്തിലാണ്. ആ കാരുണ്യങ്ങളുമായി അല്ലാഹു നിന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള നാഥനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. സ്വർഗത്തിന്റെ ഫോട്ടോ, സ്വർഗീയ വിഭവങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ, മലക്കുകളുടെ സ്വാഗതം ചെയ്യൽ, ഇതൊക്കെ കേൾക്കുന്ന നേരത്ത് ഈ മനുഷ്യൻ അറിയാതെ പോകും. കഅന്നഹു ലാ യഹിസ്സു മിൻ അലമിൽ മൗതി ശൈആ, ഈ കാഠിന്യവും വേദനയും ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു. മിസ്രിലെ പെണ്ണുങ്ങൾ, ഈജിപ്തിലെ മിസ്രിലെ മംഗമാര് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് അന്താളിച്ചു പോയ നേരത്ത്, ഈ ദുനിയാവിലെ ഒരു ഗ്ലാമർ കണ്ട നേരത്ത് അവർ അവരുടെ കൈകൾ അറുത്ത് കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. ആ മുറിവിന്റെ, ആ പൊട്ടലിന്റെ വേദന അവർ അറിഞ്ഞതേ ഇല്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലേ? ഈ ദുനിയാവിലെ സൗന്ദര്യാണത്. ആ സൗന്ദര്യം കണ്ട പെണ്ണുങ്ങൾ കൈ മുറിച്ചു കളഞ്ഞു, അവരാ വേദന അറിഞ്ഞില്ല. ഫകദാലിക്കൽ മുഅ്മിനു, ഇതുപോലെ തന്നെയാണ് മുഅ്മിനിന്റെ അവസ്ഥ. ഇദാ റആ മലായികതർ റഹ്മതി, കാരുണ്യത്തിന്റെ മാലാഖമാരെ മരണനേരത്ത് മുഅ്മിൻ കാണുമ്പോൾ, സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ കാണുന്ന നേരത്ത്, വമാ ഫീഹാ മിനൻ നഈം, സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ കാണുന്ന നേരത്ത്, വൽ ഹൂരി വൽ ഖുസൂർ, സ്വർഗത്തിലുള്ള ഇണകളെ കാണുന്ന നേരത്ത്, സ്വർഗത്തിലുള്ള കോട്ടകൊത്തളങ്ങൾ, ബംഗ്ലാവുകൾ കാണുന്ന നേരത്ത്, അവിടത്തെ വിഭവങ്ങൾ കാണുന്ന നേരത്ത്, ഇഷ്തഗല ഖൽബുഹു ബിഹാ, മരിക്കാൻ പോകുന്ന മുഅ്മിനിന്റെ ഹൃദയം അതുമായിട്ടങ്ങ് എൻഗേജ്ഡ് ആകും, അതുമായിട്ടങ്ങ് ജോലിയിലാകും, അതിലങ്ങ് മതി മറന്നു പോകും. വലാ യജിദു അലമൽ മൗത്ത്, മരണവേദന അറിയാതെ പോകും. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലേ?
മലക്കുകൾ വന്ന് ആശ്വസിപ്പിക്കുമെന്നും സന്തോഷിപ്പിക്കുമെന്നും ആ വേദന അറിയാത്ത വിധത്തിൽ ഇടപെടുമെന്നൊക്കെ ദീനുൽ ഇസ്ലാം പറയുമ്പോ വിശുദ്ധ ഖുർആൻ തന്നെ മലക്കുകളുടെ ഇടപെടൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ നഫ്സ് മുത്തുമയിന്നയിൽ എത്തണം കൂട്ടരെ. വെറുതെ ഈ വഴല് കേട്ട് പോയിട്ട് മൊയ്ലിയർക്ക് ഈ വിഷയം ഒന്ന് നിർത്താനായിട്ടില്ല. എന്തോരം കാലമായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തിക്കൂടെ മൊയ്ലിയരെ? ഇതൊന്നും മൂവാറ്റുപുഴക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായിട്ട് മരിക്കണ്ടേ? വേദന അറിയാതൊന്നും മരിക്കണ്ടേ കൂട്ടരെ നമുക്ക്? ഞാനും നിങ്ങളും അതിൽ നിന്ന് ഒഴിവല്ലല്ലോ. ഏത് സമയത്താണ് മരണം വരുന്ന അറിയില്ലല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാ. ഇതൊക്കെ ഇനി ഉണ്ടല്ലോ സമയം. മരിക്കുന്ന ഉറപ്പാണ്, അതിനാർക്കും തർക്കമില്ല. പക്ഷെ അത് ഇന്നും നാളെയൊന്നും ഇല്ല എന്ന ഒരു അനൗദ്യോഗിക ഉറപ്പ് അതിങ്ങനെ ഇബ്ലീസ് വന്ന് ഓതിത്തരും. അതിപ്പം കുറച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ട്, അതും ബോഡി ഫിറ്റ് ആണല്ലോ, കുറച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ട്, മെഡിസിൻ കൃത്യമാണല്ലോ, കുറച്ചും കൂടി ഒക്കെ ഒരു നീളാണ് പോകും എന്ന ഒരു അനൗദ്യോഗിക ഉറപ്പ് അതിങ്ങനെ ഇബ്ലീസ് വന്ന് ഓതിത്തരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറക്കൊക്കെ വരുന്നത്. മരണം എളുപ്പമായി കിട്ടാനുള്ള മാർഗം വഴന്നറിയുമ്പോ എങ്ങനെ ഉറക്ക് വരിക? ഉറക്ക് വരാൻ വേറൊരു കാരണമുണ്ട്. ഇപ്പൊ തന്നെ മരണത്തിന് പേടിയില്ലാത്തൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ കുറിച്ച് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ വിചാരിക്കാൻ നല്ലത്? ഉസ്താദെ അതൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. ഞങ്ങൾ ഓൾറെഡി മരണത്തെ പേടിയില്ലാത്ത റേഞ്ചില്, അതിനെ സ്വാഗതം ചെയ്യുന്ന റേഞ്ചിലാണ്. അൽഹംദുലില്ലാ. എന്നാലും ഇല്ലാത്ത കുറച്ച് ഉണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് പറയാം. വിശുദ്ധ ഖുർആനിലെ മുത്തഖികൾ, മുഅ്മിനീങ്ങൾ, നഫ്സ് മുത്മഇന്നയുടെ വക്താക്കൾ മരണപ്പെടുന്ന നേരത്ത് മലക്കുകളുടെ ആഗമനത്തിന്റെ രംഗം, ആ മനോഹരമായ രംഗം അല്ലാഹു ഖുർആനിൽ ഒരുപാട് ഭാഗത്തായി പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലുണ്ട്, الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. തൗഫീഖ് തരണേ അല്ലാഹ്, അങ്ങനെയുള്ളൊരു മരണത്തിന് ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. എന്താ പടച്ചോൻ പറയുന്നത്? അല്ലദീന, ഒരു കൂട്ടം ആളുകൾ, തതവഫാഹുമുൽ മലായികതു, മലക്കുകൾ അവരുടെ റൂഹ് പിടിക്കാൻ വരുന്ന നേരത്ത്, അവരെ റഹ്മത്തിന്റെ മലക്കുകളുടെ സംഘം ഈ മുഅ്മിനീങ്ങളുടെ മുന്നിലേക്ക്, സവിധത്തിലേക്ക് കടന്നു വരുന്ന നേരത്ത്, ത്വയ്യിബീൻ, എല്ലാവർക്കും കിട്ടുന്ന ഒരു നേട്ടമല്ല ഇത്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭാഗ്യമല്ല ഇത്. ത്വയ്യിബീൻ, പരിശുദ്ധരായ ആളുകൾക്ക്, പരിശുദ്ധരായ നിലക്ക് മരിക്കുന്ന നേരത്ത്, മരിപ്പിക്കുന്ന മലക്കുകൾ കടന്നു വരുന്ന നേരത്ത്, യഖൂലൂൻ, മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും. ഒരു പക്ഷേ ജോലിയിലായിരിക്കും, ഒരു പക്ഷേ പ്രാർത്ഥനയിലായിരിക്കും, ഒരു പക്ഷേ ഉറങ്ങായിരിക്കും രാത്രി. അപ്പോഴും മരണം നടക്കാലോ. ഉറങ്ങുന്ന നേരത്ത് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് വിളിച്ചുണർത്തി പറയും, സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ സമാധാനമുണ്ട്, പേടിക്കണ്ട. സലാം പറഞ്ഞിട്ടാണ് സമീപിക്കുക. പേടിക്കണ്ട, മരിക്കാൻ പോവാണ്, പേടിക്കണ്ട. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ മരിച്ചിട്ട് നരകക്കുഴിയിലേക്കല്ല, എടങ്ങാറിലേക്കല്ല, ബേജാറിലേക്കല്ല. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടുണ്ട്, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നുമില്ലാത്ത സ്വർഗത്തിലേക്ക് കടന്നു വരൂ. നിങ്ങളുടെ കർമ്മഫലമായി ബേജാറാകണ്ട, നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ് ഞങ്ങൾ എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സജ്ജനങ്ങളുടെ മരണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി
ഒരു അധ്യായം വിവരിക്കുന്നുണ്ട്, ബാബു സക്കറാത്തിൽ മൗത്തി. ബുഖാരിയുടെ ഒരു തലക്കെട്ടാണ് അധ്യായം. എന്താണ് അധ്യായത്തിന്റെ അർത്ഥം? മരണഭീകരതയെക്കുറിച്ച് പറയുന്ന അധ്യായം, മരണകാഠിന്യത്തെക്കുറിച്ച് പറയുന്ന അധ്യായം, ബാബു സക്കറാത്തിൽ മൗത്ത്. ഇങ്ങനെ ഒരു അധ്യായം ബുഖാരിയിലുണ്ട്. അതില് മരണകാഠിന്യവും അതിൻ്റെ ആ വല്ലാത്ത അവസ്ഥയൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ വിവരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് കഴിഞ്ഞാൽ പിന്നെ മരണം റാഹത്താണ്, മരണം സന്തോഷം തരുന്നതാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഹദീസാണ് പിന്നെ രണ്ടാമത്തെ ഹദീസ്. മരണത്തിന് വേദന ഉണ്ട് എന്നുള്ളത് സത്യ, അത് വേദനിക്കേണ്ടവർക്ക് വേദനിക്കും, അല്ലാത്തവർക്ക് മരണം റാഹത്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ബാബു സക്കറാത്തിൽ മൗത്തി, മരണകാഠിന്യം വിവരിക്കുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. ഏതാണ് ആ റാഹത്താണെന്നുള്ള ഹദീസ്? ഒരിക്കൽ മദീന നഗരിയിലൂടെ, മദീനയിലെ വഴിയിലൂടെ ഒരു മയ്യിത്ത് കൊണ്ടുപോകുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. ഒരു ജനാസ കൊണ്ടുപോകുന്നത്. ആ ജനാസ കൊണ്ടുപോകുന്നത് കണ്ട തങ്ങള് ഫഖാല, ഉടനെ തന്നെ പറഞ്ഞു, ആ മയ്യിത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹും മിൻഹു. എന്താ പറഞ്ഞത്? മയ്യിത്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞത്? മുസ്തരീഹുൻ വ മുസ്തറാഹും മിൻഹു. മുസ്തരീഹുൻ, അദ്ദേഹത്തിന് റാഹത്തായി, അദ്ദേഹത്തിന് ആശ്വാസായി, അദ്ദേഹം സ്വസ്ഥനായി. വ മുസ്തറാഹും മിൻഹു, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരും സ്വസ്ഥരായി. ഇത് പറയുന്നത് കേട്ട സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ മുസ്തരീഹു വമൽ മുസ്തറാഹു മിൻഹു. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. എന്താണ് നബിയെ അദ്ദേഹത്തിന് ആശ്വാസമായി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്കും ആശ്വാസമായി എന്നങ്ങ് പറഞ്ഞത്? അതിന്റെ പൊരുളെന്താണ്? അതിന്റെ വിശദീകരണം എന്താണ് നബിയെ? സ്വഹാബത്ത് ചോദിച്ചു. അപ്പോൾ അവിടെന്ന് പറഞ്ഞ മറുപടി, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസബിദ് ദുനിയാ വ അദാഹാ ഇലാ റഹ്മത്തില്ലാഹ്. ഒരു മുഅ്മിനാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച് തനിക്കാകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു സത്യവിശ്വാസിയാണ് മരിക്കുന്നതെങ്കിൽ യസ്തരീഹു മിൻ നസബിദ് ദുനിയാ വ അദാഹാ, ദുന്യാവിന്റെ ക്ഷീണത്തിൽ നിന്ന്, ഈ ലോക ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന്, ഈ ലോക ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആ മനുഷ്യൻ റാഹത്തായി രക്ഷപ്പെട്ടു. ഈ ലോകത്തെ പ്രയാസമൊന്നും പിന്നില്ല, പിന്നെ പ്രയാസരഹിതമായ ലോകത്തേക്കാണല്ലോ പോകുന്നത്. മുസ്തരീഹുൻ, അയാൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് റാഹത്തായിട്ട് പോയി. നേരെ മറിച്ച് വല്ലബ്ദുൽ ഫാജിറു, തെമ്മാടിയായ ദാസനാണ് മരിച്ചതെങ്കിൽ, മോശപ്പെട്ട ആളുടെ മയ്യിത്താണ് പോകുന്നതെങ്കിൽ, യസ്തരീഹു മിൻഹുൽ ഇബാദ് വൽ ബിലാദ് വശജറു വദ്ദവാബ്. ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള ശല്യത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് റാഹത്തായി. വൽ ബിലാദ്, നാടും നഗരവും റാഹത്തായി, നാടിനും അതുപോലെ പ്രദേശങ്ങൾക്കും അയാൾ ഉപദ്രവനി ഉണ്ടാവില്ല. വശജറു വദ്ദവാബ്, ഇവിടെയുള്ള സസ്യലോകത്തിനും ജന്തുലോകത്തിനും ഒന്നും ഇനി അയാളെ കൊണ്ടുള്ള ദൂഷ്യം ഉണ്ടാവില്ല. ഏത് നിലക്കാണെങ്കിലും, മോശപ്പെട്ടവനാണെങ്കിലും നല്ലവനാണെങ്കിലും ഈ ഭൂമിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം റാഹത്താൻ. അതുകൊണ്ട് മരണം റാഹത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. ഏതൊരുവൻ അല്ലാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടോ, ഏതൊരുവൻ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവോ, അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അല്ലാഹ്ക്കും ഇഷ്ടാണ്. അല്ലാഹ് കാത്തിരിക്കുക. എപ്പോഴാ പടച്ചോനെ കണ്ടുമുട്ടുക? എപ്പോഴാ? ഹജ്ജിന് പോകുമ്പോൾ കാണാൻ പറ്റുമോ? ഹജ്ജിന് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഷിആറുകൾ മാത്രാണ്, വഴികാട്ടികൾ മാത്രാണ്, അഡ്രസ്സുകൾ മാത്രാണ്. അതൊക്കെ അള്ളാഹുവിലേക്കുള്ള അഡ്രസ്സാണ്, അല്ലേ?
ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് വഴികാട്ടുന്ന അഡ്രസ്സാണ് കഅബ മന്ദിരം. ആ അഡ്രസ് അനുസരിച്ചാണ് പോയാൽ അള്ളാഹുവിലേക്ക് എത്തുന്നല്ലാതെ അതിൻ്റെ അകത്ത് അള്ളയൊന്നുമില്ല, ഇല്ലല്ലോ. അത് ബൈത്തുള്ള എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ശിആർ എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹ് അതിനകത്ത് കുത്തിരിക്കുക എന്ന് വിശ്വസിച്ച അപ്പ കാഫിറ, ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. ഇപ്പൊ എപ്പോഴാ അള്ളാന്റെ ലിഖാ സാധ്യമാകുക? മരിക്കുമ്പോഴാ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഏതൊരാൾ ഇഷ്ടപ്പെടുന്നുവോ, മരിച്ചു പടച്ച റബ്ബിന്റെ മുന്നിൽ ചെല്ലാൻ ആര് ആഗ്രഹിക്കുന്നുവോ, അഹബ്ബല്ലാഹു ലിഖാഅ, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടമാണ്. അവനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും താല്പര്യമാണ്. അള്ളാഹു അവന്റെ വരവ് കാത്തിരിക്കാണ് സന്തോഷത്തോടെ. വമൻ കരിഹ ലിഖാഅ അല്ലാഹ്, ഏതൊരുവൻ അള്ളാനെ കണ്ടുമുട്ടുന്നത് വെറുക്കുന്നുവോ, പടച്ചോന്റെ മുന്നിലേക്ക് യാത്ര പോകുന്നത് ആർക്ക് വെറുപ്പാണോ, കരിഹല്ലാഹു ലിഖാഅ, അവനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ അള്ളാഹുവിനും വെറുപ്പാകുന്നു. ഈ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോ, ഈ ഒരു പാഠം നബി തങ്ങൾ സ്വഹാബത്തിന് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ, മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടു. നബി തങ്ങളെ ഒറ്റക്ക് കിട്ടിയപ്പോ നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആ പറഞ്ഞ ഹദീസ് ഞാനും കേട്ടു. അള്ളാനെ കണ്ടുമുട്ടാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ടോ അവരെ കണ്ടുമുട്ടാൻ അള്ളയും ഇഷ്ടത്തിൽ കാത്തിരിക്കുകയാണ്. അള്ളാനെ കണ്ടുമുട്ടാൻ ആർക്കൊക്കെ വെറുപ്പാണോ അവരെ കാണാൻ അള്ളയും വെറുപ്പോടുകൂടെയാണുള്ളത് എന്ന ആ ഒരു പാഠം അങ്ങ് പഠിപ്പിച്ചത് ഞാനും കേട്ടു തങ്ങളെ. എനിക്കൊരു സംശയമുണ്ട്, അകറാഹിയത്തുൽ മൗത്ത്, അങ്ങ് പറഞ്ഞത് മരണത്തിന്റെ വെറുപ്പ് മോശമാണ് എന്നാണോ? അകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള പേടിയും ബേജാറും വെറുപ്പും അത് പാടില്ലെന്നാണോ തങ്ങൾ പറയുന്നത്? എന്നാൽ അങ്ങ് കേൾക്കണം, ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ മരണത്തെ പേടിയുണ്ട്. ആയിഷ ബീവി പറയാണ്, അങ്ങ് അത് മോശമാണ്, അത് ശരിയല്ല എന്നൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ മരണത്തെ പേടിയുണ്ട്. അത് പേടില്ല, പേടിണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉള്ള പേടി മോശാണ് എന്നാണോ തങ്ങൾ പറയുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ കദാലിക്, നിങ്ങൾ ധരിച്ചതുപോലെയല്ല കാര്യം. ഞാൻ പറഞ്ഞത് ലാകിനിൽ മുഅ്മിനു ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി, ഒരു മുഅ്മിനിന് അല്ലാഹു കൊടുത്ത സന്തോഷ വാർത്തകൾ, അള്ളാഹു കൊടുത്ത ഓഫറുകൾ, ഏതൊക്കെ കാര്യത്തിലുള്ള ഓഫർ? അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓഫർ, അവന്റെ പൊരുത്തത്തെക്കുറിച്ചുള്ള ഓഫർ, വജന്നതിഹി, അവന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള ഓഫർ. ഇതൊക്കെ കേൾക്കുന്ന ഒരു മുഅ്മിൻ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അഹബ്ബല്ലാഹു ലിഖാഅ, അഹബ്ബ ലിഖാ അല്ലാഹ്, ആ മുഅ്മിൻ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. ഇനിയിപ്പോ അത് ഈ ഓഫറൊക്കെ കേട്ടിരിക്കല്ലേ, സ്വർഗത്തെക്കുറിച്ച് പഠിച്ചിരിക്കല്ലേ, ഉൾക്കൊണ്ടിരിക്കല്ലേ, ഇനി എന്തിനാ അങ്ങനെ ദീർഘനാൾ? ഇനി അത് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് കൊതിക്കും. എന്ന് വെച്ചാ മരണത്തിന് പേടിക്കൂല തന്നെ. വഇന്നൽ കാഫിറ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസഖ്തുഹി, കാഫിറായ മനുഷ്യന്മാര് അവർക്ക് താക്കീത് നൽകപ്പെട്ടു അള്ളാന്റെ കോപവും നരകവും അദാബൊക്കെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മുന്നിൽ പോകുന്നത് വെറുപ്പാണ്, മരണം പേടിയാണ്. അപ്പോ അള്ളാഹുവിന് ഇവനെ കാണുന്നതും വെറുപ്പാണ്. എന്ന് വെച്ചാൽ ആകത്തുക എന്താ പറഞ്ഞത്? മരണത്തിന് പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം. അതിനെന്താ മാർഗം? മരണാനന്തരം എന്ത് നണ്ട് ഉൾക്കൊള്ളുന്ന നേരത്തത് പേടിയില്ലാതാകും. ഈമാനോടുകൂടെ അറിഞ്ഞാൽ, സൽപ്രവർത്തനങ്ങളോടുകൂടെ ഒരു മുഅ്മിൻ അത് ഉൾക്കൊണ്ടാൽ പേടിയില്ലാതാകും. ഈ പേടിയാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു വ്യക്തമായ മെസ്സേജ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. മരണത്തിനെ ഈ ഉമ്മത്ത് ഏതൊക്കെ കാലത്ത് പേടിക്കുന്നുവോ ആ കാലത്ത് ഇതര സമുദായങ്ങളിൽ ഈ ഉമ്മത്തിനെ കൈയിട്ട് വാരി നശിപ്പിച്ച് തകർത്ത് കളയുമെന്ന് ഖാല റസൂലുള്ളാഹി
നമ്മൾ നമ്മുടെ പ്രതിസന്ധിയും ബേജാറും നമ്മുടെ ഈ അടിച്ചമർത്തപ്പെടലും നമ്മുടെ ഈ മർദ്ദനങ്ങൾ നമുക്ക് നേരെ വരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബേജാറായി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ ബേസിക്കലായ കാരണം, അടിസ്ഥാനപരമായ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സമുദായം മരണത്തെ പേടിച്ച് കഴിയുന്ന കാലം, ആ കാലമൊക്കെയും അവരെ ഇതര സമൂഹം കൈയിട്ട് വാരും. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് മുസ്നദിൽ സ്വഹീഹായ സനദോടുകൂടെ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണിത്. നിങ്ങൾ കേട്ട ഹദീസായിരിക്കാം ഇത്. യൂശികുല്ലുമമു അൻ തദാഅലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ. വിശന്ന് പൊരിഞ്ഞ ആളുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തിവെച്ച തീന്മേശയിലേക്ക് ഓടി വന്നുകൊണ്ട് ആ ഭക്ഷ്യവസ്തുവിനെ ശരിയാക്കുന്നത് പോലെ അല്ലേ? തിന്നാനിരിക്കുന്നതിന്റെ മുമ്പ് ഡെക്കറേഷൻ ചെയ്തിട്ടൊക്കെ മനോഹരമായിട്ട് വെച്ചിരുന്നു. കോഴിയൊക്കെ ഇങ്ങനെ നിർത്തി പൊരിച്ചിരുന്നു. ആടിന്റെ കാലൊക്കെ വൃത്തിയിലുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ഇരുന്നെന്ന് കൈയിട്ട് വാരി അവരിറങ്ങിപ്പോകുമ്പോൾ അവസ്ഥ എന്താണ്? ആ തീന്മേശയുടെ അവസ്ഥ എന്താണ്? ഇതേ അവസ്ഥ എൻ്റെ ഉമ്മത്തിന് വരും. കാണാൻ നല്ല ഉഷാറായിരുന്നു, ഡിസ്പ്ലേയിൽ നല്ല തലപ്പാവും നല്ല മൊഞ്ചും നല്ല കരുത്തും നല്ല തുണിയും കുപ്പായും നല്ല താടിയും നല്ല മട്ടൊക്കെയുള്ള മനോഹരമായ രീതിയിലായിരുന്നു. ഇതര സമൂഹം വന്ന് കൈയിട്ട് വാരി ശാപ്പാട് കഴിഞ്ഞിട്ട് തീന്മേശയിലേക്ക് നോക്കിയ അവസ്ഥ എൻ്റെ ഉമ്മത്തിൽ വരും. ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചല്ലോ, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. ഇതര സമുദായങ്ങൾ ഇவ்விധത്തിൽ ഈ സമുദായത്തെ തകർക്കാൻ കാരണം അന്ന് ഞങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലും കുറവുള്ളത് കൊണ്ടാണോ നബിയേ? വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അന്ന് അംഗബലം കുറഞ്ഞ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഈ സമുദായം അനുഭവിക്കേണ്ടി വരുന്നത്? അതുകൊണ്ടാണോ? തങ്ങൾ പറഞ്ഞില്ല, അംഗബലം കുറഞ്ഞതോ ന്യൂനപക്ഷമായതോ ഒന്നുമല്ല പ്രശ്നം. ബൽ അൻതും കസീർ. അന്ന് നിങ്ങളെ എണ്ണത്തിൽ ഒരുപാടുണ്ടാവും, കോടികളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക ശേഷിയുള്ളവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടാകും, അറിവുള്ളവരുണ്ടാകും, വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, കൈ കരുത്തുള്ളവരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. എന്റെ സമുദായ മുസ്ലിമീങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികൾക്ക് തുല്യായിരിക്കും. വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്തൊക്കെ കച്ചറകൾ ഒഴുകിപ്പോകുന്നത് കണ്ടു. ഒരു ദിശാബോധമില്ല, അങ്ങനെ ഒഴുകുകയാണ്, ഒഴുക്കിനനുസരിച്ച് ഒഴുകുകയാണ്. ഇതേപോലെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന വിഭാഗം, ഒഴുക്കിനനുസരിച്ച് ചലിക്കുന്ന വിഭാഗം. ഏതോ ഒരു കോന്തൻ സിനിമയിലൊരു വേഷം കെട്ടി, ആ വേഷം റെഡി. ഏതോ ഒരു നടി വേഷം കെട്ടി, അത്. രാജ്യം എങ്ങനെയാണോ, നാടെങ്ങനെയാണോ, ഇന്നത്തെ രീതി എന്താണോ, വർത്തമാന സാഹചര്യം എന്താണോ, ഇതിലങ്ങനെ ഒഴുകിപ്പോകുന്ന കച്ചറകൾ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന കച്ചറകൾക്ക് തത്തുല്യമായ ദിശാബോധമില്ലാത്ത ചണ്ടികളായി എൻ്റെ സമുദായം മതപതിക്കുന്ന കാലത്ത് മറ്റു സമുദായം എൻ്റെ സമുദായത്തെ കൈയിട്ട് വാരും, നശിപ്പിച്ചു കളയും. നിങ്ങളെ ഒരു പേടി ഉണ്ടാവില്ല, നിങ്ങളെ ശത്രുക്കൾക്ക് നിങ്ങളെ ഒരു പേടി ഉണ്ടാവില്ല. നിങ്ങളെ പുല്ല് വിലയായിരിക്കും ശത്രുക്കളെ മനസ്സിൽ നിങ്ങൾക്ക്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു രോഗം ബാധിച്ചതാണ് പ്രശ്നം. വഹ്ന് രോഗമാണ് അടിസ്ഥാന പ്രശ്നം. സ്വഹാബത്ത് ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താ വഹന് രോഗം? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത് വഫീ റിവായത്തിൻ ഹുബ്ബുൽ ഹയാത്ത് വകറാഹിയത്തുൽ മൗത്ത്. ജീവിക്കാനുള്ള കൊതി, മരണത്തോടുള്ള വെറുപ്പ്. ജീവിതത്തോടുള്ള കൊതിയും മരണത്തെക്കുറിച്ചുള്ള വെറുപ്പും, ഇതാണ് വഹൻ. ഇത് നിങ്ങളെ ബാധിച്ചോ, നിങ്ങളെ കടിച്ച് വലിച്ച് ആസ്തിയാക്കി വലിച്ചെറിയും ഇതര സമുദായമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മരണപ്പേടി എന്ന് പറഞ്ഞത് അത് മോശം തന്നെയാണ്. മുഅ്മിനിന് നമ്മൾ അതില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തന്നെ വേണം. നമ്മൾ പറഞ്ഞു, രണ്ട് കാരണങ്ങളാലാണ് സ്വാഭാവികമായും മനുഷ്യർ മരണത്തെ പേടിക്കുന്നത്. ഒന്ന് വേദന. ഈ വേദന അതിനപ്പുറത്തുള്ളത് കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ ആ വേദന ഒരു ആനന്ദമായി മാറും. മറ്റൊരു കാര്യം പറഞ്ഞത്, മരണം അവസാനമാണ്, ജീവിതത്തിൻ്റെ എൻഡാണ്. മരിച്ചാ പിന്നെ ജീവിതം തീർന്നല്ലോ? ഇല്ല,
തീർന്നിട്ടില്ല. യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇഅ്ലം അന്നൽ മൗത തഗയ്യുറു ഹാലിൻ ഫഖത്ത്, ഒരു അവസ്ഥ മാറ്റം മാത്രമാണ് മരണത്തിലൂടെ നടക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹിയും ദേഹവും ഒന്നിച്ചവനാണ് മനുഷ്യൻ. ദേഹമുണ്ട്, ആ ദേഹത്തിൽ ഒരു ദേഹിയുണ്ട്. ആ ദേഹിയാണ് നാം. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന നാം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നാം, വേദനകൾ അനുഭവിക്കുന്ന നാം. അത് തടിയല്ലല്ലോ. അനസ്തേഷ്യ തന്നിട്ട് നിന്റെ കാല് വെട്ടിമാറ്റിയാല് നിന്നെ ഉറക്കിക്കെടുത്തിയ നീ അറിയൂല. നീ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം ഈ ശരീരമല്ല. ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ദേഹി, അതുപോലെ ദേഹം, ഇത് രണ്ടും തമ്മിലുള്ള വേർപാടാണ് മരണം. ദേഹിയും ദേഹവും വേർപ്പെടുന്നു. ദേഹം വന്നിടത്തേക്ക് പോകുന്നു. അത് മണ്ണിൽ നിന്ന് വന്നതാ, മണ്ണിലേക്ക് പോകുന്നു, അത് മണ്ണാകുന്നു. മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തിലൊക്കെ ഇവിടൊക്കെ ഒരു കവറിൽ ഏറിപ്പോയാൽ ഒരു 2 കൊല്ലേ ഒരാൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. അടുത്ത ആൾ വരും, ഉടനെ തന്നെ വരും. കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദേഹം, ദേഹി എന്ന് പറയുന്നത് അത് പോകേണ്ടിടത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ പോകേണ്ടിടത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ദേഹം മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. വെക്കുമ്പോഴും പറയുന്നതാ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും. നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുവന്ന് ഇപ്പൊ ഇങ്ങോട്ട് തന്നെ മടക്കുക, ഒരു ദിവസം ഇവിടുന്ന് എണീക്കാനുണ്ട്, ഇതും പറഞ്ഞിട്ടാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് ഈ ദേഹിയും ദേഹവും വേർപെട്ടാലും റൂഹ് ബാഖിയത്തുൻ, നാം എന്ന് പറയുന്ന പ്രതിഭാസം അത് എന്നെന്നും നിലനിൽക്കും, അത് ബാക്കിയാകും എന്ന് മാത്രല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ് മരണം. യഥാർത്ഥ ജീവിതത്തിന്റെ ഒടുക്കമല്ല, തുടക്കമാണ് മരണം. ഈ ജീവിതം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടത്തെ അനുഭവങ്ങൾ ഫോട്ടോസ്റ്റാറ്റാണ്, അല്ലെങ്കിൽ ഇത് സ്വപ്ന തുല്യമാണ്. അദ്ദുന്യാ കഹുലു മിന്നാഇമി ഖാല റസൂലുള്ളാഹി. ഈ ദുനിയാവൊക്കെയും സ്വപ്ന തുല്യമാണ്. ഇവിടത്തെ സുഖദുഃഖങ്ങളൊക്കെയും സ്വപ്ന തുല്യമാണ്. എത്രയെത്ര ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വേർപാടിന്റെ അന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചപ്പോ അതിങ്ങോട്ട് അണ്ണാക്കുന്ന ഇറങ്ങിയോ? സങ്കടം കൊണ്ട് കണ്ണുനീർ നിൽക്കാതെ പ്രവഹിച്ച സമയം, ആ ദുഃഖം ഇന്നോർക്കുമ്പോ ഒരു കിനാവ് കണ്ടതുപോലെ. ജീവിതത്തിൽ എന്തൊക്കെ ആനന്ദങ്ങളും സന്തോഷങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കൊക്കെ, അതൊക്കെ കഴിഞ്ഞു തോർക്കുമ്പോ ഒരു കിനാവ് കണ്ടതുപോലെ. അത്രയേ ഉള്ളൂ. അദ്ദുന്യാ കഹുലു മിന്നാഇമി. ഇതിപ്പോ കിനാവ് കണ്ടാലും കിട്ടൂലേ അല്ലേ? ഉറങ്ങുന്ന നേരത്ത് ലോട്ടറി അടിച്ച് കണ്ടാല് ആ ഉണരുന്നത് വരെയെങ്കിലും ഒരു സുഖം കിട്ടൂലേ? കുറച്ചു നേരം. ഇതന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ അനുഭവങ്ങളും സ്വപ്നതുല്യമാണ്. അന്നാസുനിയാം, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെയും വാസ്തവത്തിൽ ഉറക്കിലാണ്. ഇപ്പോഴും ഞാൻ ഉറങ്ങാണ്, ഇത് കേൾക്കുന്ന നിങ്ങളും ഉറങ്ങാണ്. നബി തങ്ങൾ പറയാണ്, ഇപ്പൊ ഉറങ്ങാണ്. ചില ആളുകൾ ശരിക്കും ഉറങ്ങുന്നുണ്ട്, ഇപ്പോ ചില ആൾക്കാർ കണ്ണ് തുറന്ന് കേട്ടു ഉറങ്ങുന്നുണ്ട്. 2 ഐറ്റംസ് ഉറക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാരും ഉറക്കിലാണ്. അന്നാസുനിയാം, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെയും ഉറങ്ങുകയാണ്. എപ്പോഴാ അവര് ഉണരുക? ഫഇദാ മാതു, അവർ മരിച്ചു കഴിഞ്ഞാൽ ഇന്തബഹു, അവർ ഉണരും. പിന്നെയാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനമല്ല. ആയതിനാൽ മരണത്തിന് പേടിക്കുന്നത് 2 കാരണം. ഒന്ന് വേദന, മറ്റൊന്ന് ജീവിതാവസാനം. ഇതിനെക്കുറിച്ച് ദീനുൽ ഇസ്ലാമിന്റെ ദർശനം, ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഞാൻ പറഞ്ഞത് കേട്ടുപോയിട്ട് കാര്യമില്ല. അത് വസ്തുനിഷ്ഠമായി ആരുടെ ഹൃദയത്തിൽ ഉറച്ചോ അവർക്ക് മരണത്തിന് പേടിയുണ്ടാകൂല. ഉറപ്പാ, ഒരു പേടി ഉണ്ടാവൂല. മഹാന്മാരായ സ്വഹാബത്തൊക്കെ പേടിച്ചില്ല എന്ന് മാത്രമല്ല, മരിക്കണ നേരത്ത് കുടുംബമൊക്കെ ബേജാറായപ്പോ അവരെ ആശ്വസിപ്പിച്ച ചരിത്രം. സാധാരണ നമ്മൾ മരിക്കാൻ പോണ ആളെയുള്ള ആശ്വസിപ്പിക്കുക, പേടിക്കണ്ട, അള്ളാഹ് പുറത്തു തരും, ഈ ബുദ്ധിമുട്ടുന്നൊക്കെ റിലീസാകുകയാണ് എന്നൊക്കെ ഇവിടുന്ന് അങ്ങോട്ട്. അങ്ങനെയല്ല സ്വഹാബത്ത്. അവരുടെ മരണനേരത്ത് കുടുംബത്തിൽ നിന്ന് ആരൊക്കെ അസ്വസ്ഥരായോ, ദുഃഖിച്ചോ, അവരെ ഇങ്ങോട്ട് സമാധാനിപ്പിച്ചു. ഒരുപാട് ചരിത്രമുണ്ട്, സമയമില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്ത് വന്നു നിന്ന് ഫഖാലത്ത്, മഹദി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വാ ഹുസ്നാ,
എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞ് മഹദി വിലപിക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവാണ്. കെട്ടിയോള് വന്നിട്ട് വാ ഹുസ്ന, എന്റെ കെട്ടിയോൻ പോവാണല്ലോ, എന്റെ ദുഃഖമേ, എന്റെ വേദനയെ എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് അവസാന ആ നിമിഷങ്ങളിൽ കഴിയുന്ന, ആ മരണത്തിന്റെ സക്കറാത്തിന്റെ ഘട്ടത്തിൽ കഴിയുന്ന ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാ മരിക്കാൻ പോവാണ്. ആ സമയത്ത് മഹാനായ സ്വഹാബി വര്യൻ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഖാവ് മദീന പള്ളിയിലെ മൊല്ലാക്ക ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? വാ തുറബാ, അങ്ങനെ പറയല്ല പെണ്ണേ, വാ ഹുസ്ന, എന്റെ ദുഃഖമേ സങ്കടമേ എന്ന് പറയല്ലേ, വാ തുറബാ, എന്റെ ആശ്വാസമേ, എന്റെ ആനന്ദമേ, എന്റെ സന്തോഷമേ, വഗദൻ നൽഖൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബാ. എന്തിനാ നീ ബേജാറാകുന്നത്? ഞാൻ ആരെ കാണാനാ പോകുന്നത്? ഞാൻ എന്റെ ആത്മമിത്രങ്ങളായ മുഹമ്മദ് നബി തങ്ങളെയും അവിടുത്തെ ഉറ്റതോഴന്മാരെയും കാണാനും അവരുടെ കൂട്ടത്തിൽ കൂടാനുമാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് രംഗം വഷളാക്കല്ലേ, എന്റെ സന്തോഷത്തിൽ നീ ഭംഗം വരുത്തല്ലേ. ഞാൻ ഹാപ്പി ആയിട്ടുള്ളത്. നിന്റെ ഈ ഉള്ളാക്കും ബേജാറൊക്കെ കേൾക്കുമ്പോ എന്റെ ആശ്വാസം തകർക്കല്ലേ പെണ്ണെ. പറയൂ, വാ തുറബാ, എന്റെ ആനന്ദമെന്ന് പറയൂ. ഇത് കെട്ടുകഥയല്ല. അവരൊക്കെ മരണത്തിൽ ഏറ്റവും റേഞ്ച് കൂടിയ മരണത്തിനെ സ്വാഗതം ചെയ്തവരാ. മരണം പല ടൈപ്പ് ഉണ്ടല്ലോ. മരിച്ചു, കുഞ്ഞമ്മദ് മരിച്ചു, പോക്കര് മരിച്ചു, മൊയ്തീൻ മരിച്ചു. എങ്ങനെ മരിച്ചേ? അടുത്ത ചോദ്യം വരൂലേ? അത് സമയമായപ്പോ മരിച്ചോടോ, അല്ല എങ്ങനെ മരിച്ചേ ചോദ്യം ഉണ്ടാവും. എങ്ങനെ മരിക്കുക? മരണം 5 തരമുണ്ട്. 5 രൂപത്തിലാണ് മരണം. നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണം. വയസ്സായിട്ട് മരിക്കുക, അസുഖമായിട്ട് മരിക്കുക, ഇതൊക്കെ നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണം. രണ്ടാമത്തെ ഒന്ന് ആക്സിഡന്റൽ ഡെത്ത്, അപകട മരണം. അതിങ്ങനെ കൂടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പല്ലാരി മംഗലത്തെ ഇമാം ബഹുമാനപ്പെട്ട സുബൈർ മൗലവി മരിച്ചു. പെരുമ്പാവൂർ വെച്ചൊരു വാഹന അപകടത്തില്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അപ്പോ ആക്സിഡന്റൽ ഡെത്ത്, ഇത് മരണത്തിന്റെ ഒരു കാരണം, ഒരു മരണത്തിന്റെ ഒരു രൂപമാണ്. മൂന്നാമത്തേത് ക്രിമിനൽ ഡെത്ത്, കുറ്റവാളിയുടെ കരത്താൽ ഈ കത്തിക്കുത്ത്, വെട്ട് കുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ കൊണ്ടൊക്കെ കുറ്റകരമായ രൂപത്തിലുള്ള കൊലപാതകം, ക്രിമിനൽ ഡെത്ത്. അതും ഇഷ്ടംപോലെ നടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, ഗർഭിണിയായ പൂച്ചയെ തൂക്കിക്കൊന്നവനെതിരെ പോലീസ് കേസെടുത്തു, അവനെ പിടിച്ചുകൊണ്ടുപോയി. നല്ല കാര്യം, പിടിച്ചോണ്ടോണം. പക്ഷേ ആ പൂച്ചനെ കൊന്ന ആളോട് കാണിക്കുന്നത് പോലെ എങ്കിലും ആ വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളെ കൊന്ന ആളുകളെ നേരിക്കും കാണിക്കണ്ടേ? അതില്ല. പൂച്ചനെ കൊന്ന, പട്ടിനെ കൊന്ന കേസാ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ മനുഷ്യനെ കൊന്നാല് കേസ് കുറവാ. ഈ ഒരു അവസ്ഥയിലപ്പം എന്നുള്ളത് എന്താവട്ടെ, ക്രിമിനൽ ഡെത്ത്, അത് മരണത്തിന്റെ ഒരു രൂപമാണ്. നാലാമത്തെ മരണം സൂയിസൈഡ്, ആത്മഹത്യ. അത് കുറെ പറയാണ്ട്. വളരെ മോശമാണ്, വലിയ കുറ്റാണ്, അതിന്റെ ശിക്ഷ കഠിനമാണ്. ഇപ്പൊ ആ മേഖലയ്ക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കടക്കുന്നില്ല. സൂയിസൈഡ്, ആത്മഹത്യ. അഞ്ചാമത്തെ ഒരു മരണമുണ്ട്. എന്താണത്? അഞ്ചാമത്തെ മരണം രക്തസാക്ഷ്യം. അതാണ് ഏറ്റവും മൂല്യമുള്ള ഉന്നതമായ മാത്തീടം എന്ന് പറയപ്പെടുന്ന രക്തസാക്ഷ്യം. ഏറ്റവും മൂല്യമുള്ള റേഞ്ചുള്ള മരണം. ഈ മരണം കിട്ടാനാണ്, ഈ മരണം പുൽകാനാണ്. മരണം ഏതായാലും മരിക്കണം. ഈ 5-ൽ 1 തരത്തിൽ ഏതായാലും മരിക്കണം. അതിൽ ഏറ്റവും നിലവാരമുള്ള മരണം ഏതാണ്? രക്തസാക്ഷ്യമാണ്. അതെന്തേ രക്തസാക്ഷിയാകാൻ കാരണം? മരണത്തിനെ സ്വാഗതം ചെയ്യാൻ, മരണത്തിനെ പേടിക്കാതെ മരണത്തിനെ സ്വാഗതം ചെയ്യാൻ, മരണത്തിനെ സെലക്ട് ചെയ്യാൻ. അതിപ്പോ ആത്മഹത്യയിലും മരണത്തിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. മരണത്തിനെ സ്വന്തം ഇഷ്ടപ്രകാരം ആത്മഹത്യയിലും സെലക്ട് ചെയ്യുന്നുണ്ട്. രക്തസാക്ഷ്യത്തിലും ഷഹാദത്തിലും ഷഹീദാകുന്നതിലും സെലക്ട് ചെയ്യലുണ്ട്. പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് മറ്റു ഗത്യന്തരല്ലാതെ പേടിച്ച് ബേജാറായിട്ടാണ് ഈ ട്രെയിനൊക്കെ തലവെക്കുന്നത്. സന്തോഷത്തിലൊന്നുമല്ല. തൂകിച്ചാകുമ്പോഴും ഇടങ്ങാറായിട്ട് തന്നെയാണ്. പോയിസൺ അടിക്കുമ്പോഴും ഇടങ്ങാറായിട്ട് തന്നെയാണ്. ഷഹീദ് അങ്ങനെയല്ല, സന്തോഷത്തോടുകൂടെയാണ്. മാത്രമല്ല, രക്തസാക്ഷ്യം എന്ന് പറയുന്നത് മനക്കരുത്തിൽ നിന്നുണ്ടാകുന്നതാണ് രക്തസാക്ഷ്യം. ആത്മഹത്യ എന്ന് പറയുന്നത് മനസ്സിന്റെ ദൗർബല്യത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ് ആത്മഹത്യ. ഇതിലേറ്റവും റേഞ്ചുള്ള മരണം
ഏതാണ്? രക്തസാക്ഷ്യമാണ്. അതിനു വേണ്ടി കൊതിക്കുകയായിരുന്നു മഹാന്മാരൊക്കെ, അതിനു വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലിയാര് തങ്ങള്, അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ശജാഅത്തും രണപാടവവും അതൊക്കെ കരുത്തുമൊക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജീവിതത്തിൽ ഒരിക്കലും അലിയാര് തങ്ങൾ തോറ്റിട്ടില്ല എന്നാ. ഖന്തക്ക് യുദ്ധവേളയിലാണല്ലോ രണശൂരനും അതിശക്തനും മല്ലനുമായ അംറു ഇബ്നു അബ്ദിൽ വുദ് ചാടി വീണിട്ട് നബി തങ്ങളുടെ നേരെ നോക്കിയിട്ട് വെല്ലുവിളി നടത്തി. യാ മുഹമ്മദ്, തന്തക്ക് പിറന്ന ആൺമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടാൻ പറഞ്ഞു വിടാ, അല്ലെങ്കിൽ നീ തന്നെ വാ. അംറു ഇബ്നു അബ്ദുൽ വുദ് എന്ന് പേരുള്ള അതിശക്തനായ രണശൂരൻ ഖന്തക്കിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിക്കുക. ആ സമയത്ത് സ്വഹാബത്തൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലിയാർ തങ്ങൾക്കന്ന് 18 വയസ്സാണ്. 18 വയസ്സുള്ള ചെറുപ്പക്കാരന്. യാ റസൂലല്ലാ, ഞാൻ അംറിനോട് ഏറ്റുമുട്ടാൻ പോകട്ടെ? നബി തങ്ങൾ പറഞ്ഞു, അലി, അത് അംറാൻ, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് നല്ല പരിചയസമ്പന്നനായ ധീരനാണ്. യുദ്ധമുഖത്തുള്ള മുറകളൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ നന്നായി അറിയുന്ന ആളാണ്. അപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ, അയാൾ അംറാണെങ്കിൽ ഞാൻ അലിയല്ലേ? ഞാൻ ആ പണിയൊക്കെ ഇപ്പൊ തുടക്കം കുറിച്ചിട്ടല്ലേ ഉള്ളത്, അത് നല്ല ഊർജം ഉണ്ടാവുമല്ലോ. നബി തങ്ങൾ പറഞ്ഞു വിട്ടു, എങ്കിൽ അലി തന്നെ അവന്റെ വെല്ലുവിളി സ്വീകരിക്കും. നേരെ ഖന്തക്കിന്റെ ആ കിടങ്ങിന്റെ ഇപ്പുറത്ത് ആ അംറു ഇബ്നു അബ്ദുൽ വുദ്ദിന്റെ മുന്നിലേക്ക് ചെന്നപ്പോ അംറു പറഞ്ഞു, കുട്ടിയെ, മോനെ, ഇത് നമ്മൾ തമ്മിൽ വേണോ? നിന്റെ ബാപ്പ അബൂ ത്വാലിബും ഞാനും തമ്മിൽ വലിയ ചങ്ങാതിമാരായിരുന്നു. ഞങ്ങളൊക്കെ ഒരു കിടക്കാരാ, ഒരു പ്രായക്കാരാ. അങ്ങനത്തെ നീയും ഞാനും തമ്മിൽ ഇത് വേണോ? അലിയാർ തങ്ങൾ പറഞ്ഞു, പരിചയം ബാപ്പിയും നിങ്ങളും തമ്മിലല്ലേ, ഞാനും നിങ്ങളും തമ്മിലല്ലല്ലോ. അതുകൊണ്ട് ആ പരിചയം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് സത്യവും അസത്യവും തമ്മിലുള്ള സമരം അവിടെ. ദീർഘനേരം ഏറ്റുമുട്ടൽ തുടർന്നു. അതിശക്തമായ പൊടിപാറുന്ന യുദ്ധം നടന്നു. അവസാനം അംറിനെ അലിയാർ തങ്ങൾ വകവരുത്തിയിട്ട് പറഞ്ഞില്ല, ഞാൻ വിജയിച്ചു അൽഹംദുലില്ലാ എന്ന് അലിയാർ തങ്ങൾ പറഞ്ഞില്ല. ഖൈബറിന്റെ യുദ്ധഭൂമിയിൽ മുറഖിബ് എന്ന് പറയുന്ന ദുഷ്ടനുമായി ഏറ്റുമുട്ടുന്ന നേരത്ത് മുറഖിബ് യുദ്ധരംഗത്ത് ചതി പ്രയോഗിക്കുന്ന ദുഷ്ടനാണ്. അലിയാർ തങ്ങളുടെ പിറകിൽ വന്നുകൊണ്ട് തങ്ങളുടെ പരിച തട്ടിത്തെറിപ്പിച്ചു. പരിചയില്ല, ഇനി എങ്ങനെ യുദ്ധം ചെയ്യാൻ വാള് മാത്രമുള്ളൂ. അപ്പോഴാണ് തൊട്ടടുത്തൊരു കോട്ടയുണ്ട്. യാ അല്ലാഹ്, ആ കോട്ടയുടെ അകത്തേക്ക് ചീറ്റപ്പുലി കണക്കെ ഒരു കുതിപ്പ്. കോട്ടയുടെ വാതില് ബിസ്മില്ലാ ഇളക്കിയിട്ട് പറിച്ചു. ആ കോട്ടവാതിൽ പരിചയാക്കി യുദ്ധം തുടർന്നു. സീറ കിതാബുകളിൽ കാണാ, യുദ്ധം കഴിഞ്ഞിട്ട് ആ കോട്ടവാതിലൊന്ന് പൊക്കിയെടുക്കാൻ 10-ലധികം ആളുകൾ താങ്ങി പിടിച്ചിട്ടാണ് അത് മാറ്റിയത്. ഒരു റിവായത്തിൽ ഞാൻ കണ്ടു 40 ആളുകൾ താങ്ങി പിടിച്ചിട്ടാണ് യുദ്ധഭൂമിയിൽ നിന്ന് ആ കോട്ടവാതിൽ മാറ്റിയത്. അത് ഒറ്റക്ക് പിടിച്ചിട്ട് വലിച്ചു. എന്നിട്ട് മുറഖിബിനെ ശരിയാക്കി, അത് പരിചയാക്കി. ആ യുദ്ധം കഴിഞ്ഞിട്ട് അലിയാർ തങ്ങൾ പറഞ്ഞില്ല, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞില്ല. എപ്പോഴാ വിജയിച്ചു എന്ന് പറഞ്ഞത്? ഉഹദിന്റെ പോർക്കളം അത് മുസ്ലിമീങ്ങൾക്ക് എന്നും ഒരു ദുഃഖ സത്യമാണ്, ദുഃഖസ്മരണയാണ്. അത് പരാജയത്തിന്റെ കഥ പറയുന്ന യുദ്ധമാണ് ഉഹദ്. ആ ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് അലിയാർ തങ്ങൾ നബി തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എനിക്ക് സങ്കടായി. എന്തേ സങ്കടം? സ്വഹാബികൾ കുറെ ഷഹീദായതുകൊണ്ടാണോ? അല്ല റസൂലേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ഭാഗ്യവാന്മാർ രക്തസാക്ഷികളായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോയെങ്കിൽ ആ കൂട്ടത്തിൽ ഒരുവനാകാൻ ഈ അലിക്ക് കഴിഞ്ഞില്ലല്ലോ നബിയെ, എനിക്ക് ഷഹീദാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം നബി തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, യാ അലി, ബേജാറാകണ്ട, ഇന്ന ഷഹാദത വറാഅക്, താങ്കളുടെ പിന്നിൽ രക്തസാക്ഷ്യം വരാനിരിക്കുന്നുണ്ട്. നിങ്ങൾ ഷഹീദായിട്ട് തന്നെ മരിക്കുള്ളൂ, പേടിക്കണ്ട, ധൃതി കാണിക്കണ്ട. ഇന്ന ഷഹാദത വറാഅക്, താങ്കളുടെ പിറകിൽ രക്തസാക്ഷ്യം വരുന്നുണ്ട്. ഫകൈഫ സബ്റുക ഹീനഇദിൻ, അങ്ങനെ രക്തസാക്ഷ്യം വരുന്ന നേരത്ത് താങ്കളുടെ ക്ഷമ എങ്ങനെയായിരിക്കും? ഷഹീദാകുന്ന രംഗം എന്ന് പറഞ്ഞാൽ സുഖമുള്ള സാപ്പാട് കഴിക്കണ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ രംഗം വരുമ്പോ ഫകൈഫ സബ്റുക ഹീനഇദിൻ, അപ്പോൾ നിങ്ങളുടെ ക്ഷമ ഏതളവിലായിരിക്കും, ഏതു തരത്തിലായിരിക്കും?
ഇത് കേൾക്കേണ്ട താമസം അലിയാർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹാ ലൈസത് ബിമൗളിഇ സബിരിൻ വലാകിൻ മൗളിഇ ശുക്രിൻ. ഷഹീദായിട്ട് മരിക്കാൻ കിട്ടുന്ന ചാൻസ് ക്ഷമിക്കേണ്ട നേരല്ലല്ലോ, അത് ശുക്ർ ചെയ്യേണ്ട അനുഗ്രഹത്തിന്റെ നേരാണല്ലോ. ക്ഷമിക്കേണ്ട നേരല്ല, ക്ഷമയുടെ സന്ദർഭമല്ല. വലാകിൻ മൗളിഉ ശുക്രിൻ, അത് അല്ലാഹ് തന്ന വലിയ ജീവിതത്തിലെ വലിയ നേട്ടത്തിന്റെ നേരമായതുകൊണ്ട് മൗളിഉ ശുക്രിൻ, അല്ലാഹുവിനോട് നന്ദി പറയേണ്ട നേരല്ലേ. അങ്ങനെ പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കൈയാളുന്ന സമയത്ത് ഇറാഖിലെ കൂഫയിലെ പള്ളിയിൽ വെച്ച് ഇബ്നു മുൽജിം എന്നു പേരുള്ള ഒരു ഖവാരിജ് പക്ഷക്കാരൻ വാളിന് വെട്ടിയപ്പോൾ ആ വെട്ട് തന്റെ ശരീരത്തിലേറ്റപ്പോൾ മാരകമായ മുറിവാണെന്ന് ബോധ്യമായപ്പോൾ അത് തന്റെ മൃത്യുവിന് മരണത്തിന് ഹേതുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അലിയാര് തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഫുസ്തു വറബ്ബിൽ കഅബ, ഫുസ്തു വറബ്ബിൽ കഅബ, ഫുസ്തു വറബ്ബിൽ കഅബ. മുറഖിബിനെ വകവരുത്തിയ അംർ ഇബ്നു അബ്ദുൽ വുദ്ദിനെ ശരിയാക്കിയ സമയത്തൊന്നും ഞാൻ വിജയിച്ചു എന്ന് പറയാത്ത അലിയാര് തങ്ങള് തനിക്ക് ഇബ്നു മുൽജിമിന്റെ വെട്ടേറ്റ നേരത്ത് അതുകൊണ്ട് താൻ മരിക്കുമെന്ന് ബോധ്യമായ നേരത്ത് ഫുസ്തു, ഞാൻ വിജയിച്ചിരിക്കുന്നു, ഞാൻ ഇവിടെയാണ് വിജയിച്ചത്. വറബ്ബിൽ കഅബ, കഅബ മന്ദിരത്തിന്റെ നാഥനാണ് സത്യം, ഞാൻ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? എല്ലാരും ഓരോ വാള് വാങ്ങിക്കോളൂ, ഷഹാദത്തിന് ഒരുങ്ങിക്കോളൂ, യുദ്ധത്തിന് ചട്ട കെട്ടിക്കോളൂ, ഇത് പറയാനല്ല. ഇപ്പത്തെ സാഹചര്യത്തിൽ അതിനൊന്നും നേരായിട്ടില്ല. ആരും അങ്ങനെ വിചാരിക്കണ്ട. ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള യുദ്ധമാണ് ജിഹാദ് എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഹിന്ദുക്കളിൽ നല്ല മനുഷ്യന്മാരുണ്ട്, ക്രിസ്തു മതവിശ്വാസികളിൽ നല്ല മനുഷ്യന്മാരുണ്ട്, നിരീശ്വരവാദികളിലുമുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് മാനവികമായ ഒരു പരിഗണന കൊടുക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ നിരീശ്വരവാദികളിലുണ്ട്. യുദ്ധം ലാലിമീങ്ങളോടാണ്, യുദ്ധം അക്രമികളോടാണ്. ആ നിലക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് കാക്കാമാരോടായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി പോകുമ്പോൾ ആരും എന്നെ തടഞ്ഞു നിർത്താനൊന്നും നോക്കണ്ട, വ്യക്തമായ കാരണത്തോടു കൂടെ തന്നെ ഞാൻ പറയുന്നത്. സത്യനിഷേധി എന്ന് പറഞ്ഞാൽ ആരാ? കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നടത്തം വെച്ചതാ ഈ കുഴപ്പമൊക്കെ. ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം കാഫിർ എന്നുള്ള വാക്കിനർത്ഥം അമുസ്ലിമീങ്ങൾ നർത്ഥം വെച്ചു. അല്ല, കാഫിർ എന്ന് പറഞ്ഞ സത്യനിഷേധീനാ. സത്യനിഷേധി ഒരാൾ എപ്പോഴാ സത്യനിഷേധിയാകുക? സത്യം മുന്നിൽ വന്ന് കണ്ടിട്ട് നിഷേധിക്കുമ്പോഴാണ് സത്യനിഷേധിയാകുക. ഈ നിലക്ക് ആരവിടെ കാഫിർ? മുഹമ്മദും പോക്കരും ആയിരിക്കും. അവന് ഖുർആൻ കിട്ടി, എന്നിട്ടോ നിഷേധിയായി. അവന് ഹദീസ് കിട്ടി, അവൻ നിഷേധിയായി. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണെന്ന് ജൽപ്പിച്ച് തെമ്മാടിത്തരം കാട്ടുമ്പോ ഈ പേര് ഏറ്റവും ഇണങ്ങുന്നത് ഈ വക സാധനങ്ങൾക്ക് ആവൂലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും ചരിത്രങ്ങൾ പറഞ്ഞത് മരണത്തെ ഭയക്കാത്തവരായിരുന്നു സ്വഹാബത്ത്, മരണത്തെ പേടിക്കാത്തവരായിരുന്നു നബിമാര്, അള്ളാഹുവിന്റെ വലിമാര്, ഇഷ്ടദാസന്മാർ, കറകളഞ്ഞ മുഅ്മിനീങ്ങൾ, നഫ്സ് മുത്മഇന്നയിലെത്തുന്ന മുഅ്മിനീങ്ങൾ, അവർക്കും മരണത്തെ പേടിണ്ടാകൂല. അള്ളാഹു അത്തരം റേഞ്ചിലേക്ക് നമ്മെ ഉയർത്തുമാറാകട്ടെ, വളർത്തുമാറാകട്ടെ. അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ നഫ്സ് മുത്മഇന്ന ഏതാണ്ട് അവസാനിക്കാറായി. അതുകൊണ്ട് മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ അസ്വസ്ഥത, അതിൽ നിന്നും നഫ്സ് മുത്മഇന്നയുടെ വക്താവ് രക്ഷപ്പെടുകയാണ്. ഇനി ഒരു കാരണത്താലും ഒരു ടെൻഷനും വകുപ്പില്ലാത്ത വിധം സമാധാനം ലഭിക്കുകയാണ് ആ മുഅ്മിനിന്. ആ ഒരു റേഞ്ചിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ.